മിസ്സേ നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. എടാ 2025 റിപ്പീറ്റേഴ്സിന്റെ അഡ്മിഷൻ തുടങ്ങുമല്ലേ. അപ്പം വരുന്ന കുട്ടികൾക്ക് നമ്മുടെ ക്യാമ്പസ് മാത്രമല്ല ഹോസ്റ്റലും ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തണ്ടേ? ശരിയാ, എന്നാ വാ നമുക്ക് പോവാം. ബ്രില്യൻ ക്യാമ്പസിനുള്ളിൽ തന്നെയുള്ള 400ഓളം കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ബ്രില്യൻറ്റിൻ്റെ മറ്റൊരു അഭിമാന വീട് എമറാൾഡ് ഹോസ്റ്റലിന് മുന്നിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. കഴിഞ്ഞ 40 വർഷങ്ങളായി ബ്രില്യൻ സ്റ്റഡി സെന്റർ എൻട്രൻസ് രംഗത്ത് ചരിത്രം കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അതിൽ ഹോസ്റ്റലുകൾക്ക് എത്രത്തോളം പങ്കുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. യെസ്, അപ്പോൾ നമ്മൾ എമറാൾഡ് ഹോസ്റ്റലിൻ്റെ അകത്തേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ വരുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നത് ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ വാർഡന്മാരുടെ പേരും അതുപോലെ തന്നെ നമ്പറുമാണ്. നമുക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല. ആര് വന്നാലും ഏത് സ്റ്റുഡൻസ് വന്നാലും പാരൻസ് വന്നാലും അവർക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നതാണ് ഇവരുടെ നമ്പറും ഡീറ്റെയിൽസും. ലേഡീസ് ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഒരു കൺസേൺ എന്ന് പറയുന്നത് സെക്യൂരിറ്റിയാണ്. 24 hours സെക്യൂരിറ്റി സർവൈലൻസ് ഉണ്ട്, അതുപോലെ തന്നെ CCTV ഉണ്ട്. അപ്പോൾ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ നമ്പർ 1. ഹായ്, ഇത് നമ്മുടെ എമറാൾഡ് ഹോസ്റ്റലിൻ്റെ റിസപ്ഷൻ ഏരിയ ആണ്. ടീച്ചേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഇതാണ് മെയിൻ എൻട്രി. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് കടന്നു വരുന്ന വിദ്യാർത്ഥികളായാലും രക്ഷിതാക്കളായാലും എല്ലാവരുടെ എൻട്രി എക്സിറ്റ് എല്ലാം തന്നെ മോണിറ്റേർഡ് ആണ്. വിസിറ്റേഴ്സ് ആൻഡ് മൂവ്മെൻറ്റ് രജിസ്റ്റർ അവൈലബിൾ ആണ്. സോ കുട്ടികളുടെ അവരുടെ വരവും പോക്കും എല്ലാം തന്നെ ഇവരുടെ കൺവെട്ടത്തുകൂടി തന്നെയാണ്. യെസ്, അതുപോലെ തന്നെ കയറി വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യമാണ്, അതായത് ഗസ്റ്റുകൾക്കും വിസിറ്റേഴ്സും വരുമ്പോഴത്തേക്കും അവർക്ക് വിശാലമായി ഇരുന്ന് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് ഇവിടെ ഗസ്റ്റ് റൂമാക്കി കൊടുത്തിരിക്കുന്നത്. ഹായ്ഡാ, ഞാൻ റോസ്. എൻ്റെ പേര് ശ്രീലക്ഷ്മി. ഹായ്. ഞങ്ങളാണ് ഈ ഗ്രൗണ്ട് ഫ്ലോറിലെ നോക്കുന്ന മെൻറ്റേഴ്സ്. ഓക്കെ. നമുക്ക് ഇത് ഈ ഹോസ്റ്റലിൽ 5 നിലകളിലായിട്ട് 400ഓളം കുട്ടികളുണ്ട്. അപ്പോൾ ഒരു ഫ്ലോർ ഫുള്ള് AC റൂംസ് ആണ്. AC നോൺ AC റൂംസും ഉണ്ട്. അപ്പോൾ നമുക്ക് കുട്ടികളുടെ സൗകര്യം അനുസരിച്ച് AC വേണ്ടവർക്ക് നമ്മൾ AC റൂം കൊടുക്കും. അങ്ങനെ ഒരു ഫെസിലിറ്റി. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ സിക്ക് റൂം ഉണ്ട്. സിക്ക് റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും കുട്ടികൾക്ക് വയ്യാണ്ട് വരും, ഒരു റൂമിൽ എന്തെങ്കിലും എമർജൻസി ആയിട്ട് മാറി നിൽക്കണം എന്നാണെങ്കിൽ നമ്മൾ സിക്ക് റൂമിലെ കുട്ടികളെ കിടത്തും. അതുപോലെ തന്നെ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടറും ഉണ്ട്, നേഴ്സും ഉണ്ട്. അപ്പോൾ ഇനി അത് കൂടാതെ എന്തെങ്കിലും കൂടുതൽ വേണമെന്നാണെങ്കിൽ നമ്മൾ ടീച്ചേഴ്സ് അന്നേരം പിള്ളേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. നൈറ്റ് ആണെങ്കിൽ പോലും ടീച്ചേഴ്സ് കൂടെ തന്നെ നിന്ന് അവർക്ക് വേണ്ടുന്ന എല്ലാ ഇത് ചെയ്ത് ഓക്കെ ആക്കി മെഡിസിൻ ഉൾപ്പെടെ മേടിച്ചിട്ടാണ് നമ്മൾ ഹോസ്റ്റലിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നെ നമുക്കിവിടെ മെസ് ഹാളുണ്ട്, അതുപോലെ തന്നെ ഒരു സ്റ്റോറുണ്ട്. നമുക്ക് അത് നൈറ്റും എല്ലാം വർക്കിംഗ് തന്നെയാണ്. ടീച്ചേഴ്സ് ആരെങ്കിലും അവിടെ ഏത് നേരവും കാണും. അപ്പം സ്റ്റുഡൻസിന് എന്തെങ്കിലും എമർജൻസി ആയിട്ട് പെട്ടെന്ന് എന്തെങ്കിലും വേണ്ട സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ സാനിറ്ററി നാപ്കിൻസ് ഉൾപ്പെടെയുള്ള എന്തെങ്കിലും അവർക്ക് എമർജൻസി ആയിട്ട് എന്തെങ്കിലും വേണമെന്നാണെങ്കിൽ അവർക്ക് ഇവിടെ വന്ന് വാങ്ങിക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ 2 സൈഡിലുമായിട്ട് ലൈബ്രറി ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ആവശ്യമുള്ള ഓരോ ഫ്ലോറിൽ വൈസ് അവർക്ക് വേണ്ട പുസ്തകങ്ങൾ വന്ന് അവർ സെലക്ട് ചെയ്തോളും. അത് എഴുതി വെച്ചിട്ട് അവരെടുത്തുകൊണ്ട് പോകും. തിരിച്ചു കൊണ്ടുവന്ന് വെക്കുമ്പോൾ അവരെന്നാ തിരിച്ചു വെച്ചെന്നുള്ള ഡേറ്റ് സഹിതം എഴുതി അവർ ഇവിടെ വെക്കുന്നതാണ്. നമ്മുടെ ഹോസ്റ്റലിൽ 5 നിലകളുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്ക് എളുപ്പമാകാനായിട്ട് സ്റ്റേഴ്സ് ഉണ്ട്. അത് കൂടാതെ ലിഫ്റ്റ് സൗകര്യമുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് മേളിലാണ് സ്റ്റഡി ഹോൾ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് പോകാനൊക്കെ എളുപ്പമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ വിശാലമായ കൊറിഡോർ. ഇതുപോലെ തന്നെയാണ് എല്ലാ ഫ്ലോറിലും കൊറിഡോർ ഉള്ളത്. പരീക്ഷാകാലം ആയതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ എല്ലാവരും റൂമുകളിലും സ്റ്റഡി ഹാളിലും അതുപോലെ തന്നെ റെഫറൻസ് ലൈബ്രറിയിലും ഒക്കെയായിട്ട് പഠനത്തിലാണ്. എൻ്റെ പേര് ഷെയ്ഖ ഫാത്തിമ ആൻഡ് എൻ്റെ സ്ഥലം ട്രിവാൻഡ്രം. എൻ്റെ പേര് നാസിയ, ഞാൻ തിരുവനന്തപുരത്ത്. ഹോസ്റ്റലിലോട്ട് ആദ്യം വരുമ്പോൾ ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ഹോസ്റ്റലിലോട്ട് നിൽക്കുകയല്ലേ, അപ്പോൾ ഹോം സിക്നെസ് ഉണ്ടാവുമെന്ന് പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഹോസ്റ്റലിലോട്ട് വന്നപ്പോൾ നല്ല ഫെസിലിറ്റീസൊക്കെ ആദ്യമേ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. പിന്നെ മിസ്സുമാരെ കണ്ടപ്പോഴാണെങ്കിലും എല്ലാവരും എന്താ ചേച്ചിമാരെ പോലെയാണ്. അപ്പോൾ നമുക്ക് കാണുമ്പോഴാണെങ്കിലും ഭയങ്കര സമാധാനമായിരുന്നു. പിന്നെ എങ്ങനെ നമ്മൾ വീട്ടിൽ പോയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ, വീട്ടിൽ നിന്ന് വരുമ്പോൾ. അത് ഇവിടെ വരുമ്പോഴത്തേക്ക് മാറിക്കിട്ടും. കാരണം വീണ്ടും വീട്ടിലെത്തിയ പോലെ ഒരു ഫീലാണ്. അപ്പോൾ നമ്മുടെ മിസ്സുമാർക്ക് ഭയങ്കര അപ്രോച്ചബിളാണ്. നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും നമുക്ക് മിസ്സുമാരോട് പറയാൻ പറ്റും. നമുക്കത് പറയുമ്പോൾ നമുക്കൊരു മടിയൊന്നും അതിൻ്റെ ആവശ്യമില്ലായിരുന്നില്ല. പിന്നെ മിസ്സുമാർ കൂടാണ്ട് ഇപ്പം നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്കത് ഇവിടെ നമുക്ക് കോർഡിനേറ്റേഴ്സ് ഉണ്ട്, പിന്നെ ഡയറക്ടേഴ്സ് ഉണ്ട്. നമുക്ക് അവരോട് എല്ലാവരോടും ഭയങ്കര അപ്രോച്ചബിൾ അവരെല്ലാവരും. അപ്പം നമുക്ക് അവരോട് എല്ലാവരോടും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ എൻ്റെ വാർഡൻ എൻ്റെ ക്ലാസ് ടീച്ചർ ഒരാളാണ്. അപ്പോൾ എനിക്ക് മിസ്സിനോടൊപ്പം എൻ്റെ ഇപ്പോൾ ക്ലാസ്സിലുണ്ടാകുന്ന വേരിയേഷൻസൊക്കെ എനിക്കിപ്പം ഇപ്പോൾ ഹോസ്റ്റലിൽ വരുമ്പോഴാണെങ്കിലും എക്സാംസിനൊക്കെ മാർക്ക് കുറഞ്ഞുമ്പോൾ മിസ്സ് ഭയങ്കര സപ്പോർട്ടാണ്. മിസ്സ് എനിക്ക് വേണ്ടി ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. Hi.
ഞാൻ മേഘ തോമസ്. ഞാൻ ഈ ഫ്ലോറിൻ്റെ മെൻറ്ററാണ്. ഞാൻ പ്രിറ്റി ജോസഫ്, മെൻറ്ററാണ്. ഈ ഫ്ലോറിലെ 2 കുട്ടികളെ പരിചയപ്പെടാം. 2 പേരുടെയും പേര് അമൃത എന്നാണ്. അപ്പോൾ അമൃത ഇപ്പോൾ പരീക്ഷയൊക്കെ അടുത്തിരിക്കുകയല്ലേ, നിങ്ങളുടെ ഒരു ദിവസത്തെ റൊട്ടീൻ എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നെ. ഞങ്ങൾ രാവിലെ തന്നെ എഴുന്നേൽക്കും, എന്നിട്ട് ഫുഡ് കഴിക്കും. ഫുഡ് കഴിച്ചതിന് ശേഷം എന്ത് ചെയ്യും, പഠിക്കാനായിട്ടിരിക്കും. E-Learning ആപ്പിലെ ക്വസ്റ്റ്യൻസ് ചെയ്യും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യും. ആ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ടെക്സ്റ്റ് എടുത്ത് റെഫർ ചെയ്യും. പിന്നെ എല്ലാവരും ഭയങ്കര കോർഡിനേറ്റഡ് ആണ്. അപ്പോൾ ചെറിയൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ ആരടുത്ത് വേണമെങ്കിലും ഇവിടെ ചോദിക്കാം. അല്ലെങ്കിൽ അവർക്കും അറിയാത്ത ഡൗട്ട്സ് ആണെങ്കിൽ നമുക്ക് പ്രൊഫസേഴ്സ് ഹാളിൽ പോയിട്ട് മിസ്സിൻ്റെ അടുത്ത് പറഞ്ഞ് പോയി ചോദിക്കാം, പ്രൊഫസേഴ്സിൻ്റെ അടുത്ത്. അപ്പോൾ എപ്പോഴൊക്കെയാണ് നമുക്ക് വീട്ടിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു അവസരമൊക്കെ എപ്പോഴാണ് ഇവിടെ? മിസ്സേ, ഞങ്ങൾക്ക് ആഴ്ചയിൽ 3 ദിവസമാണ് ഫോൺ ഡേ ഉള്ളത്. ഡിന്നർ കഴിഞ്ഞിട്ടുള്ള 1 hour ആണുള്ളത്. ഓക്കെ. പിന്നെ വേറെ കാര്യം പറയുവാണെങ്കിൽ നമുക്കിപ്പോൾ അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ഇപ്പോൾ വീട്ടിലേക്ക് എമർജൻസി ഇപ്പോൾ എന്തെങ്കിലും വയ്യാത്ത കേസൊക്കെ വരുവാണെങ്കിൽ വീട്ടിലേക്ക് വിളിക്കാൻ നമുക്ക് ഓഫീസിൽ നിന്ന് ഫോൺ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതിനൊന്നും പ്രശ്നമില്ല. ഹായ്. അപ്പോൾ ഇത് നമ്മുടെ സി ഫ്ലോർ ആണ്. സോ നോൺ എ സി ഫ്ലോർ ആണിത്. അപ്പോൾ നമുക്ക് ഒരു നോൺ എ സി റൂം പരിചയപ്പെടാം. ഞാനാണ് ഈ ഫ്ലോർ നോക്കുന്നത്. എൻ്റെ പേര് ധനലക്ഷ്മി. കൂടാതെ ഇത് മിഡിൽ ഫ്ലോർ ആയതുകൊണ്ട് തന്നെ ഇവിടെയാണ് വൈഫൈയുടെ അറേഞ്ച്മെൻ്റ് ഒക്കെ വരുന്നത്. ഹായ്, എൻ്റെ പേര് സുമയ്യ. ഞാൻ തൊടുപുഴയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് ഷസ്മീൻ. ഞാൻ മലപ്പുറത്തു നിന്നാണ് വരുന്നത്. ഇത് നോൺ എ സി റൂമാണ്. പക്ഷേ വേനൽക്കാലം ആയതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ ഞങ്ങളുടെ റൂം നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ റൂം ഇവിടെ ജനൽ തുറന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നന്നായിട്ട് എയറൊക്കെ കയറി വരുന്നുണ്ട്. മാത്രമല്ല നല്ല പച്ചപ്പായിട്ടുള്ള നല്ല റൂമാണ് ഞങ്ങളുടെ റൂം. ഞങ്ങൾ E-Learning ആപ്പ് നന്നായിട്ട് യൂസ് ചെയ്യുന്ന കുട്ടികളായതുകൊണ്ട് തന്നെ വൈഫൈ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഇവിടെ വൈഫൈയിലെ ഡിലേ ഒന്നും വരാറില്ല. ഹൈ സ്പീഡ് വൈഫൈയാണ് ഇവിടെ തരുന്നത്. പിന്നെ ഇലക്ട്രിസിറ്റിയുടെ കേസ് പറയുകയാണെങ്കിൽ ജനറേറ്റർ സൗകര്യം ഉള്ളതുകൊണ്ട് തന്നെ വിത്തിൻ 5 സെക്കൻഡിനുള്ളിൽ കറണ്ട് പോയാൽ തന്നെ ഇവിടെ കറണ്ട് ഉണ്ടായിരിക്കും. ഞങ്ങൾക്ക് അതുകൊണ്ട് അതിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ ക്യാമ്പസ് പോകാൻ നമുക്ക് എളുപ്പത്തിന് വേണ്ടി ഞങ്ങൾക്ക് ഇവിടെ ബ്രിഡ്ജ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. നമുക്ക് അതുവഴി എപ്പോഴും ക്യാമ്പസ് പോകാനും ഭയങ്കര എളുപ്പമാണ്. ഹലോ, വെൽക്കം ടു ഡി ഫ്ലോർ. ഞാനാണ് ഈ ഫ്ലോറിൻ്റെ മെൻറ്റർ. എൻ്റെ പേര് അനീറ്റ. ഹലോ, എൻ്റെ പേര് അന്ന തോമസ്. ഞാൻ Q7 ബാച്ചിൽ നിന്ന് റിപ്പീറ്ററാണ്. എൻ്റെ വീട് ഇവിടെ കോട്ടയത്താണ്. എൻ്റെ പേര് ഫറാസേവി. ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു. ഞാനും Q7 ബാച്ചിൽ. എനിക്ക് നല്ല കുറേ ഫ്രണ്ട്സ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ദെൻ ഇവിടുത്തെ ഹെൽത്തി കോമ്പറ്റീഷൻ. എൻ്റെ ഡൗട്ട്സ് ഉണ്ടായാലും എനിക്ക് ഇപ്പോൾ എക്സാമിന് മാർക്ക് കുറഞ്ഞാലും കുറച്ച് സമയം ഫ്രണ്ട്സിനെ കുറിച്ച് സംസാരിച്ചാൽ ഞാൻ ഇച്ചിരി ഓക്കെ ആവും. പിന്നെ ഞങ്ങളുടെ വാർഡൻസ് അവർ ഞങ്ങൾക്ക് നല്ലൊരു മെൻറ്റൽ സപ്പോർട്ടാണ് തരുന്നത്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ ഓരോ മാസം കൂടുമ്പം ഞങ്ങൾക്ക് ജോർജ് സാർ ഇവിടെ ഞങ്ങളെ കാണാൻ വരും. അത് ആക്ച്വലി ഭയങ്കര ബെനിഫിഷ്യലാണ്. നമ്മളിങ്ങനെ ഡൗൺ ആയിട്ട് ഇരിക്കുമ്പോഴായിരിക്കും ജോർജ് സാർ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു മോട്ടിവേഷൻ തന്നെ നമ്മളിങ്ങനെ അപ്പാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഇവിടെ നമ്മളെ ഹോസ്റ്റൽ ഇവിടെ ക്യാമ്പസിന് ഏറ്റവും അടുത്താണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടിലൊക്കെ ഭയങ്കര പേടിയാണ് ദൂരത്തേക്ക് അയക്കുക വെച്ചാൽ. കണ്ണൂരിൽ നിന്ന് ഇത്രയും ദൂരത്തേക്ക് ഓഫ്കോഴ്സ് വീട്ടിൽ വയസ്സായ ആൾക്കാരുണ്ട്, അവർക്ക് ഭയങ്കര പേടിയാണ് ദൂരത്തേക്ക് അയക്കുക പറഞ്ഞാൽ. പക്ഷേ ഇവിടുത്തെ സെക്യൂരിറ്റിയും ഇതൊക്കെ ഭയങ്കര ഇതായിട്ട് കണ്ടിട്ട് തന്നെ എൻ്റെ ഉപ്പാപ്പക്കായാലും മാമക്കായാലും ഭയങ്കര സമാധാനം ഇവിടത്തേക്ക് അയക്കുക. സോ അവർക്ക് ഒട്ടും പേടിയില്ല. പൊതുവേ പുറത്ത് കുട്ടികളെ പഠിക്കാൻ അയക്കാമെന്ന് പറയുമ്പോൾ ഓഫ്കോഴ്സ് പാരൻസ് എന്തായാലും അതിൻ്റേതായ ഒരു ഇതുണ്ടാവും. പക്ഷേ ഇവിടെ എനിക്ക് വന്നതിന് ശേഷം എൻ്റെ വീട്ടുകാർ ഇതുവരെ ആ ഒരു ടെൻഷൻ ഇതുവരെ എന്നോട് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല. ഹായ്, ഹലോ, വെൽക്കം ടു ഈ ഫ്ലോർ. താങ്ക് യു. ഇതാണ് നമ്മുടെ എമറാൾഡിൻ്റെ ഈ ഫ്ലോർ. ഇവിടുത്തെ എല്ലാ റൂമും AC റൂമുകളാണ്. അതുകൊണ്ട് ഈ ഫ്ലോർ AC ഫ്ലോർ എന്നാണ് അറിയപ്പെടുന്നത്. സോ എൻ്റെ പേര് കവിയ. ഞാൻ ബാച്ച് Q36 എന്നാണ്. എൻ്റെ സ്ഥലം അങ്കമാലിയാണ്. ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ഡൽഹി. ഹലോ, ഞാൻ ജുഹ. ഞാൻ ഇവിടെ Q7 ബാച്ചിൽ പഠിക്കുന്നു, കമ്മിങ് ഫ്രം കണ്ണൂർ. അപ്പോൾ ഈ റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ 2 പേര് മാത്രമാണ് ഈ റൂമിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം പ്രൈവസിയും കിട്ടും. അധികം പേര് റൂമിലില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സൗകര്യത്തിലിരുന്ന് പഠിക്കുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. ആൻഡ് ദിസ് ഇസ് മൈ സൈഡ് ആൻഡ് ദാറ്റ് ഇസ് കവിയ സൈഡ്. ദാറ്റ്സ് മൈ സൈഡ്. സോ ബേസിക്കലി നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്ക് വി ഹാവ് എ ഷെൽഫ്. ഇവിടെ ബുക്സ് വെക്കുകയൊക്കെ സ്പേസ് ഉണ്ട്. ഇവിടെ 3 തട്ട് സുഹേൻ്റെ 3 ഉണ്ട്. പിന്നെ അതുകൂടാതെ നമ്മൾ വിചാരിക്കും ഇത്രയുള്ള സ്റ്റോറേജ് സ്പേസ് ഇപ്പോൾ കൺജസ്റ്റഡ് ആയിട്ട് തോന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമില്ല. ബിക്കോസ് നമ്മളുടെ ബെഡിൻ്റെ താഴെ തന്നെ വേറൊരു റാക്ക് ഉണ്ട്. അവിടെ നമുക്ക് നമ്മളുടെ സാധനങ്ങൾ വെക്കാനും സ്പേസ് ഉണ്ട്. അതുകൂടാതെ നമ്മളുടെ ഇവിടെ അകത്ത് തന്നെ പഠിക്കാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ ഇത് എൻ്റെ സ്റ്റഡി ടേബിൾ, അത് സുഹേൻ്റെ സ്റ്റഡി ടേബിൾ. ടോക്കിംഗ് അബൌട്ട് വാർഡൻസ്, നമ്മുടെ വാർഡൻ ഹരിഷ്മ മിസ്സും മിസ്സൊക്കെയാണ്. അപ്പം മിസ് എപ്പോഴും വീട്ടിലൊക്കെ വിളിക്കും. നല്ല സപ്പോർട്ടീവാണ് എല്ലാ കാര്യത്തിനും. അതുകൂടാതെ നമ്മളുടെ ഈ ഹോസ്റ്റലിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒത്തിരി ഹോൾസം സ്ഥലമാണ്. ആസ് ഇൻ ഇവിടെ ഹെൽത്തി കോമ്പറ്റീഷൻസ് ഉണ്ട്, നല്ല ഒരു എക്സ്പോഷർ ഉണ്ട്, നല്ല ഫ്രണ്ട്സ് ഉണ്ട്, നല്ലതായിട്ട് നോളജ് ഗെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എപ്പോഴും മോട്ടിവേറ്റഡ് ആയിരിക്കും. ആൻഡ് ടോക്കിംഗ് about us, I mean we are very great friends.
നമ്മൾ വന്നപ്പോൾ മുതൽ ഇവിടെയായിരുന്നു. ആദ്യം മുതലുള്ള നമ്മുടെ ഒരു വേവലാതി എന്ന് പറഞ്ഞാൽ നമ്മൾ റൂംമേറ്റ്സ് എങ്ങനെയായിരിക്കും എന്നുള്ളതായിരുന്നു. ബട്ട് ഫ്രം ദ ഫസ്റ്റ് ഡേ വി വെയർ ഓൾ സെറ്റ്. നമ്മൾ നല്ല കൂട്ടായിരുന്നു. ഇനി കോളേജസിൽ പോകുമ്പോഴും ഏറ്റവും കൂടുതൽ ഞാൻ മിസ് ചെയ്യാൻ പോകുന്ന ഒരാളുണ്ടെങ്കിൽ ദാറ്റ് ഇസ് കവിയ ആൻഡ് ദിസ് ഫ്രണ്ട്ഷിപ്പ്. ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ നല്ല ഫുഡാണ്. മോർണിംഗും ലഞ്ച് ബ്രേക്കും പിന്നെ ഒരു 4 മണിയാകുമ്പോൾ നമുക്ക് ചായയും രാത്രി ഒരു 7 മണിയാകുമ്പോൾ ഡിന്നറും കിട്ടും. പ്രത്യേകിച്ച് ഈ ടൈമിൽ ഇപ്പം നോമ്പ് സമയം ആയതുകൊണ്ട് തന്നെ നമ്മുടെ മേജർ കൺസേൺ അതായിരുന്നു, എങ്ങനെ നോമ്പുണ്ടാവും, ഇവിടെ എങ്ങനെയായിരിക്കും. ഫസ്റ്റ് ടൈം ഹോസ്റ്റലിൽ നിൽക്കുന്നതാണ് ഞങ്ങളൊക്കെ. അപ്പോൾ എല്ലാം വളരെ പെർഫെക്റ്റ് ആയിരുന്നു. മിസ് നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാം ലിസ്റ്റ് എടുത്ത് ഒക്കെ സെറ്റാക്കി. രാവിലത്തെ ഫുഡും അടിപൊളിയാണ്. അറൗണ്ട് 4 ആകുമ്പോഴേക്കും നമുക്കിവിടെ ഫുഡ് വരും. പിന്നെ നോമ്പ് തുറക്കാനാണെങ്കിലും ഫ്രൂട്ട്സും കുടിക്കാനൊക്കെ കിട്ടും. പിന്നെ വൈകുന്നേരത്തെ കടി കിട്ടും. അങ്ങനെ നല്ല ഫുഡാണ്. വി ആർ ടോട്ടലി ഹാപ്പി വിത്ത്. അതുകൂടാതെ നമ്മളുടെ റൂം എന്നും ക്ലീൻ ചെയ്യണുണ്ട്. എവറി ഡേ ഓരോരോ റൗണ്ട് വെച്ച് ജസ്റ്റ് ക്ലീൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ക്ലീൻ സറൗണ്ടിങ്സിൽ തന്നെ പഠിക്കണം. അപ്പോൾ മൈൻഡും റീഫ്രഷ് ആയിരിക്കും. അപ്പോൾ വെരി ഹോൾസം പ്ലേസ്. നമ്മുടെ ഇവിടുത്തെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ലോണ്ടറി സർവീസും അതുപോലെ തന്നെ അവർക്ക് തന്നെ തുണി വാഷ് ചെയ്യണമെങ്കിൽ അതിനൊരു നല്ലൊരു ഏരിയയും നമ്മുടെ ഈ ഏറ്റവും മുകളിലത്തെ നിലയിൽ കൊടുത്തിട്ടുണ്ട്. ഈ വാഷിംഗ് ഏരിയയുടെ പ്രത്യേകത എന്താണെന്ന് അറിയോ? അത്യാവശ്യം നല്ല കാറ്റും വെളിച്ചവും ഒക്കെ കിട്ടത്തക്ക രീതിയിൽ തുണികളൊക്കെ എളുപ്പത്തിൽ ഉണക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൗകര്യമാണ് ഇവിടെയുള്ളത്. ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ എമറാൾഡ് ഹോസ്റ്റൽ നിങ്ങളെല്ലാവരും കണ്ടല്ലോ അല്ലേ? ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ കാര്യങ്ങളെല്ലാം എത്ര സിസ്റ്റമാറ്റിക്കായിട്ട് പോകുന്നതെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ശ്രീദേവി, നമുക്കിവരെ ഉടനെ തന്നെ കാണാം അല്ലേ? യെസ്, സീ ഓൾസോ. Brilliant Study Center, India's #1 coaching center for NEET and JEE.